ആദ്യത്തെ ഫിലിംസിന് നല്ലൊരു പേരുണ്ടാക്കണം. അത് നല്ലതാ. കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ നല്ല ആൾക്കാരായിരിക്കണം. മാത്രമല്ല നല്ല സപ്പോർട്ടും തരുന്നവരായിരിക്കണം. മോനെ, നീ പറഞ്ഞു വരുന്ന എനിക്ക് മനസ്സിലായി. കൂടപ്പിറപ്പിന് വേണ്ടിയാ പണം ചെലവാക്കുന്നെങ്കിലും ബിസിനസ് തന്നെയാ. ചിത്ര പറഞ്ഞ അനുസരിച്ച് അവന് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻസിനെയും വയ്ക്കാൻ പാടില്ല. നമ്മളെ ആൾക്കാരെ വയ്ക്കാം. ഈ കൊടുവള്ളിയെ പോലുള്ള ആൾക്കാർക്ക് ഒരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കരുത്. നമ്മളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ചാച്ചാജി ഫിലിംസിൻ്റെ ഒരു മാനേജറുണ്ട്, പന്തളം ബേബി. അയാളെ കിട്ടുമോ? ആ, അയാളിവിടെ വന്നിരുന്നു. അയാൾ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ബേബി വിചാരിച്ചാലേ നടക്കൂ. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാ ബേബി. ഇനി ഞാൻ പറയുന്നത് മോൻ ശ്രദ്ധിച്ച് കേൾക്കണം. ആദിത്യ ഫിലിംസിന്റെ ആദ്യ പ്രോജക്റ്റ്, അതായത് അനന്തനും ഞാനും പാർട്ണർഷിപ്പായ പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായ പന്തളം ബേബിയാണ്. ജനറൽ മാനേജറായി മോനെ ഞാനങ്ങ് തീരുമാനിച്ചു. എന്ത് കാര്യം ഉണ്ടെങ്കിലും മോൻ പന്തളമായിട്ട് ആലോചിച്ച തീരുമാനം എടുക്കാവൂ. അപ്പൊ ചിറ്റപ്പനോ? അവന്റെ ആണല്ലോ സ്ക്രിപ്റ്റും ക്യാമറ വർക്കും ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ വേറൊരാള്. ക്രിയേറ്റീവ് സൈഡ് അനന്തനും അവരും കൂടി നോക്കും. ബിസിനസ് സൈഡ് ഞാനും ബേബിയും മോനും കൂടി അങ്ങ് നിയന്ത്രിക്കും. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നിൽ വേറൊരാളുണ്ട്. അതെനിക്ക് മനസ്സിലായി. ബ്രെയിൻ മമ്മിയുടെ ആണെന്ന്. ഇനി വേണ്ടത് പന്തളം ബേബിയുടെ മീറ്റിംഗ്. അതിനു മുമ്പ് അനന്തനുമായിട്ട് നോക്കി ഇക്കാര്യം സംസാരിക്കാം. മോളെ, അനന്തൻ ചിറ്റപ്പനെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയും. ഞാൻ വിളിക്കാം പപ്പ. മോനെ, പറഞ്ഞത് മനസ്സിൽ വച്ചേക്കണം. വഴിതെറ്റിപ്പോയ അനുജന ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊരു അവസരമാ. കേസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടിപ്പോ. ചിറ്റപ്പൻ ഡിവോഴ്സ് ചെയ്യാൻ പോകണോ? ആ, ഞങ്ങള് തീരുമാനിക്കുന്നതിന് മുമ്പ് അവൻ തീരുമാനിച്ചു. അപ്പോൾ ലീഗലി മൂവ് ചെയ്തു? ചെയ്തു മോനെ. അതുകൊണ്ടേ എന്തൊക്കെ പറഞ്ഞാലും അവനൊരു സിനിമാക്കാരന്. അതിന്റെ ഒരു കുഴപ്പം ഉള്ളിൽ കിടക്കും. നിയന്ത്രണം നമ്മുടെ കയ്യിലായിരിക്കണമെന്നാ ഞാനീ പറഞ്ഞു വന്നത്. മോന് മനസ്സിലായോ? വാ ചിറ്റപ്പാ. ഇരിക്കാനെന്താ? ആ മോളെ, നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടിരിക്കെ. അതെ, ഞാൻ ഋഷിയെ കമ്പനിയുടെ GM ആയിട്ടങ്ങ് അപ്പോയിന്റ് ചെയ്തു. അനന്തന് എതിർപ്പൊന്നുമില്ലല്ലോ? എനിക്കൊരു എതിർപ്പില്ല. ആ, മോക്കോ? സന്തോഷമുള്ള കാര്യമല്ലേ പപ്പ, പക്ഷെ ഉത്തരവാദിത്തമുള്ള ജോലിയാ. ഉത്തരവാദിത്തോടെ നിൽക്കേണ്ടി വരും. അങ്ങനെ അങ്ങ് അവനെ ചെറുതായിട്ട് കാണാതെ മോളെ. MBAക്ക് അവർ റാങ്കോട് കൂടി പാസ്സായതാ. എനിക്കറിയാം. അവന്റെ ഉള്ളിലൊരു നല്ല ബിസിനസ്സുകാരനുണ്ട്. അതുകൊണ്ടല്ലേ അവനെ സെലക്ട് ചെയ്തേ. അപ്പൊ എന്റെ സെലക്ഷൻ എന്തായിരുന്നു കുഴപ്പം? ചിറ്റപ്പാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോണ്ടാ എന്നെ കൊണ്ട് കെട്ടിച്ചത്. ആ ക്രെഡിറ്റ് മോളങ്ങെടുത്തു. അപ്പോ നമ്മുടെ പ്രോജക്റ്റിന്റെ ബോസായിട്ട് ഇപ്പൊ ഋഷി ഉണ്ട്. അപ്പോ ടെക്നീഷ്യന്മാരുടെ ലിസ്റ്റൊക്കെ ഞാൻ ഫയലിൽ വെച്ചിട്ടുണ്ട്. അത് GMന് ഹാൻഡ് ഓവർ ചെയ്യാലോ. ഓൾ ക്രൂസിന്റെ ലിസ്റ്റ് അതിനകത്തുണ്ട്. അത് ഞാൻ കണ്ടതാ. പക്ഷെ പന്തളം ബേബിയുടെ പേര് വെച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജറായിട്ടാണല്ലോ. അതെ, മാനേജറായിട്ടാ. അത് ശരിയാവത്തില്ല. അയാളെ വേണം പ്രൊഡക്ഷൻ കൺട്രോളർ ആക്കാൻ. അയാളല്ലേ വെൽ എക്സ്പീരിയൻസ്ഡ്. പുള്ളി മതി എന്നാ ചിത്രയും പറഞ്ഞിരിക്കുന്നത്. ഋഷിയുടെ അഭിപ്രായം അത് തന്നെയാ. അല്ലേടാ മക്കളെ? നമുക്ക് അങ്ങനെയാണ് തീരുമാനിക്കാം. ഒരു മീറ്റിംഗ് വെക്കാം പന്തളമായിട്ട്.